എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ 9 കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏപ്രിൽ 3 ഞാൻ പ്രവചിക്കുകയുണ്ടായി. അതിൽ എല്ലാ മണ്ഡലങ്ങളിലെയും പ്രവചനം നടത്തിയിട്ടില്ല. ഏപ്രിൽ 3 ശേഷം ഞാൻ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുമായി 1000 പേരോട് ടെലിഫോണിൽ സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി ഏതാനും മണ്ഡലങ്ങളിലെ പ്രവചനത്തിൽ മാറ്റം വരുത്തേണ്ടതായി വന്നിട്ടുണ്ട്. മാത്രമല്ല, അന്ന് പ്രവചിക്കാതിരുന്ന പല മണ്ഡലങ്ങളിലെയും ഫലവും ഇപ്പോൾ പ്രവചിക്കുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി എല്ലാവരും അത് നോക്കുക. പിന്നെ എൻ്റെ ചില സുഹൃത്തുക്കളെങ്കിലും വിചാരിക്കും ഇത് എക്സിറ്റ് പോൾ നോക്കി പറയുന്നതായിരിക്കുമെന്ന്. എക്സിറ്റ് പോൾ വരുന്നത് 29 വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ്. എൻ്റെ ഇപ്പോഴത്തെ പ്രവചനം ഏപ്രിൽ 29 ഉച്ചയ്ക്ക് മുമ്പ് ന്യൂസ് 18 ചാനലിൽ വന്നിട്ടുണ്ട്. ദയവായി അത് നോക്കുക. അതുതന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. എൻ്റെ പ്രവചനം അനുസരിച്ച്, പുതിയ പ്രവചനം അനുസരിച്ച് UDFന് 87 മുതൽ 88 വരെ സീറ്റ് കിട്ടും. LDFന് 50 മുതൽ 52 വരെ സീറ്റ് കിട്ടും. BJPക്ക് അല്ലെങ്കിൽ NDAക്ക് 1 മുതൽ 3 വരെ സീറ്റ് കിട്ടും. UDFിലെ കോൺഗ്രസ്സിന് മാത്രം 53 മുതൽ 54 വരെ സീറ്റ് കിട്ടും. മുസ്ലിം ലീഗിന് 20 സീറ്റ് കിട്ടും. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 7 സീറ്റ് കിട്ടും. RSPക്ക് 2 സീറ്റ് കിട്ടും. അത് ചവറ കുന്നത്തൂരാണ്. കേരള കോൺഗ്രസ് ജേക്കബിന് 1 സീറ്റ് കിട്ടും. അത് പിറവമാണ്. RMPക്ക് 1 സീറ്റ് വടകരയാണ്. CMPക്ക് 1 സീറ്റ്, അത് തിരുവനന്തപുരമാണ്. ഇത് കൂടാതെ 2 സ്വതന്ത്രന്മാർ ജയിക്കും. ഒന്ന് അമ്പലപ്പുഴയിൽ G. സുധാകരൻ, രണ്ടാമത്തെ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ. LDFിൽ ആകെ 50-52 സീറ്റാണ്. അതിൽ CPMന് തന്നെ 33 മുതൽ 35 വരെ സീറ്റ്, CPIക്ക് തനിയെ 11 സീറ്റ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 2 സീറ്റ്, അത് പാലായിൽ ജോസ് കെ മാണിയും കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N. ജയരാജുമാണ്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന് 1 സീറ്റ്, അത് പാലക്കാട് ജില്ല ചിറ്റൂരാണ്. അവിടെ V. മുരുകദാസ് വിജയിക്കും. നേരത്തെ ഉള്ള പ്രവചനത്തിൽ തിരുവല്ലയിലും ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ വിജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിപ്പോൾ മാറ്റി തിരുവല്ലയിൽ ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥി വർഗീസ് മാമൻ ജയിക്കുമെന്നുള്ള തിരുത്തിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ NCP 1 സീറ്റ്, എലത്തൂര് മന്ത്രി AK ശശീന്ദ്രനായിരിക്കും വിജയിക്കുന്നത്. അവസാനമായി നാഷണൽ സെക്യുലർ കോൺഫറൻസിലെ PTA റഹീം കുന്നമംഗലത്ത് വിജയിക്കും. കുന്നമംഗലത്ത് നേരത്തെ ഞാൻ മുസ്ലിം ലീഗ് ജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ മാറ്റം വരുത്തിയിരിക്കുന്നത് കോന്നി, തിരുവല്ല, അരുവിക്കര, പാല, പൂഞ്ഞാർ, ദേവികുളം, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, മണലൂർ, കൊച്ചി, കളമശ്ശേരി, ചിറ്റൂർ, പേരാമ്പ്ര, തളിപ്പറമ്പ് എന്നിവയാണ്. നേരത്തെ കോന്നിയിൽ UDF ജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് LDF വിജയിക്കും. തിരുവല്ലയിൽ LDF വിജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് UDF വിജയിക്കും. അരുവിക്കരയിൽ LDF ജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് UDF വിജയിക്കും. പാലായിൽ ആര് വിജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പാലായിൽ LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി വിജയിക്കും. പൂഞ്ഞാറിൽ ആര് വിജയിക്കുമെന്ന് പറഞ്ഞിരുന്നില്ല. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി MJ സെബാസ്റ്റ്യൻ വിജയിക്കും. ദേവികുളത്ത് ആര് വിജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കും. F. രാജ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. തൃശ്ശൂരിൽ ആര് വിജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി
രാജൻ പല്ലൻ വിജയിക്കും. നാട്ടികയിലും ആര് വിജയിക്കും എന്ന് പറഞ്ഞില്ല. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ വിജയിക്കും. ഇരിങ്ങാലക്കുടയിൽ ആര് വിജയിക്കും നേരത്തെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രവചിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ വിജയിക്കുമെന്നാണ്. മണലൂരിൽ ആര് വിജയിക്കുമെന്ന് പറഞ്ഞില്ല. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി TN പ്രതാപൻ വിജയിക്കും. കൊച്ചിയിൽ നേരത്തെ UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് പറഞ്ഞത്. അത് LDF സ്ഥാനാർത്ഥി വിജയിക്കും. അത് KJ മാക്സിയാണ് അവിടെ വിജയിക്കുന്നത്. കളമശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് പറയുന്നത്. അവിടെ LDF സ്ഥാനാർത്ഥി ഇപ്പോൾ മന്ത്രിയായ P രാജീവ് വിജയിക്കും. ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ LDF സ്ഥാനാർത്ഥി V മുരുകദാസ്, അത് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിലെയാണ്, മുരുകദാസ് അവിടെ വിജയിക്കും. പിന്നെ കുന്നമംഗലത്ത് UDF വിജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ LDF സ്ഥാനാർത്ഥി PTA റഹീം, അത് നാഷണൽ സെക്യുലർ കോൺഫറൻസ് എന്ന പാർട്ടിയിലെ അംഗമാണ്. അപ്പോൾ അത് വിജയിക്കും. പിന്നെ പേരാമ്പ്രയിൽ UDF വിജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ വിജയിക്കും. ഒല്ലൂര് ആര് വിജയിക്കുമെന്ന് പറഞ്ഞിരുന്നില്ല. അവിടെ CPIയിലെ മന്ത്രി K രാജൻ വിജയിക്കും. ഇത്രയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇനി ഉള്ളത് വിജയിക്കുന്ന പ്രമുഖരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, LDF കൺവീനർ TP രാമകൃഷ്ണൻ, മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പിന്നീടൊക്കെ ഇപ്പോൾ ധനകാര്യമന്ത്രിയായിരിക്കുന്ന KN ബാലഗോപാൽ, ഇപ്പോൾ വ്യവസായ മന്ത്രിയായ P രാജീവ് തുടങ്ങിയവർ ഉൾപ്പെടുന്നു. പരാജയപ്പെടുന്ന പ്രമുഖരിൽ മന്ത്രിമാരായ ശിവൻകുട്ടി, വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ, R ബിന്ദു, MP രാജേഷ്, V അബ്ദുൾ റഹ്മാൻ, OR കേളു, ഗണേഷ് കുമാർ, രാമേന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ ഉൾപ്പെടുന്നു. അതുകൂടാതെ 2 കൊല്ലം മുമ്പ് മന്ത്രിയായിരുന്നു, 2.5 കൊല്ലം മുമ്പ് വരെ മന്ത്രിയായിരുന്ന INLന്റെ പ്രതിനിധി കോഴിക്കോട് സൗത്തിൽ പരാജയപ്പെടും. പിന്നെ പരാജയപ്പെടുന്ന പ്രമുഖരിൽ BJP നേതാക്കളായ K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. CPIയിൽ നിന്ന് മത്സരിച്ച എല്ലാ മന്ത്രിമാരും വിജയിക്കും. 4 മന്ത്രിമാരുണ്ടായിരുന്നത്, അവർ 4 പേരും വിജയിക്കും. പിന്നെ ഈ BJP വിജയിക്കുന്ന സീറ്റുകൾ 1 മുതൽ 3 വരെയാണ്. അതിൽ ഉറപ്പായിട്ട് വിജയിക്കുന്നത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ. അവർക്ക് സാധ്യതയുള്ളത് വട്ടിയൂർക്കാവും കഴക്കൂട്ടവുമാണ്. വട്ടിയൂർക്കാവിലെ LDF UDF BJP സ്ഥാനാർത്ഥികൾ തുല്യ ശക്തികളാണ്. ഇതിൽ 3 പേരിൽ ആര് വിജയിക്കുമെന്ന് പറയാൻ കഴിയുകയില്ല. കഴക്കൂട്ടത്ത് അതുപോലെ തന്നെ. കഴക്കൂട്ടത്ത് പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പുറകിലായിരിക്കും. LDF സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും, LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനും BJP സ്ഥാനാർത്ഥി V മുരളീധരനും തുല്യശക്തികളാണ്. അവരിൽ ഒരാൾ വിജയിക്കും. ആരെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ കോൺഗ്രസിന് ഞാൻ 53-54 പറഞ്ഞതിൽ ഈ അവർക്ക് ജയിക്കാൻ ചാൻസ് ഉള്ള ഒരാൾ K മുരളീധരനാണ്. അതുപോലെ CPMന് 33-35 2 പേര് അധികം ജയിക്കാനുള്ള സാധ്യത. ഒന്ന്
വട്ടിയൂർക്കാവിൽ നിന്ന് പി കെ പ്രശാന്തും കഴക്കൂട്ടത്തു നിന്ന് കടകംപള്ളി സുരേന്ദ്രനുമാണ്. പിന്നെ ബി ജെ പിക്ക് വോട്ട് കുറയാനുള്ള ഒരു കാരണം പറയാൻ, ബി ജെ പി സീറ്റുകളുടെ എണ്ണം കുറയാനുള്ള കാരണം, ബി ജെ പി ഏതെങ്കിലും സീറ്റിൽ വിജയിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ സംഘടിച്ച് ഈ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയുന്ന ആളിന് പാർട്ടി നോക്കാതെ ഇവർ വോട്ട് ചെയ്യും. അത് 1982 മുതൽ മഞ്ചേശ്വരത്ത് ബി ജെ പി 2ാം സ്ഥാനത്താണ്. 2026 വരെ ഇതുവരെ ബി ജെ പിക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1987 മുതൽ കാസർഗോഡ് ബി ജെ പി 2ാം സ്ഥാനത്താണ്. ഇതുവരെ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. 1987 മുതൽ തിരുവനന്തപുരം ഈസ്റ്റിലും ബി ജെ പി 2ാം സ്ഥാനത്താണ്. 2006 വരെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2009 ഡീലിമിറ്റേഷനിൽ തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലം ഇല്ലാതായി. ആ മണ്ഡലം തിരുവനന്തപുരം മണ്ഡലത്തിലും നേമം മണ്ഡലത്തിലുമായി ലയിപ്പിച്ചു. അവിടെ അതിനുശേഷം നേമത്ത് ഒരിക്കലും ബി ജെ പി ജയിച്ചു, പിന്നെ ആ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ അതുകൂടാതെ ഈ ബി ജെ പിക്ക് വിജയസാധ്യത ഇല്ലാത്തടത്ത് ബി ജെ പിയിൽ വിശ്വസിക്കുന്നവരിൽ ഭൂരിഭാഗവും LDF വിരുദ്ധരാണ്. അപ്പോൾ അവർക്ക് ബി ജെ പി അനുയായികളിൽ LDF വിജയിക്കരുതെന്നുള്ള ആഗ്രഹമാണുള്ളത്. അതുകൊണ്ട് ബി ജെ പി അനുയായികളിൽപ്പെട്ട പലരും UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. അത് UDFന് അനുകൂലമായ ഒരു ഘടകമാണ്. കൂടാതെ ഈ ന്യൂനപക്ഷങ്ങളിൽ 80% ആളുകളും ഇത്തവണ UDFനാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബി ജെ പി കോൺഗ്രസിന് ഇത്രയും സീറ്റുകൾ കിട്ടുന്നത്. പിന്നെ ബി ജെ പിക്ക് UDFന് കാസർഗോഡ് ഒഴിച്ചുള്ള ബാക്കി 13 ജില്ലകളിലും ഇപ്പോൾ ഉള്ളതിൽ കൂടുതൽ സീറ്റുകൾ കിട്ടും. കാസർഗോഡ് സീറ്റ് കുറയുന്നില്ല. നേരത്തെ 21-ൽ 2 സീറ്റ് UDFനും 3 സീറ്റ് LDFനും ആണുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെ തുടരും. എറണാകുളം ജില്ലയിലും മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലും, എറണാകുളം ജില്ലയില്ല, പറഞ്ഞ് തെറ്റുണ്ട്, മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും UDF സമ്പൂർണ്ണമായി വിജയിക്കും. പിന്നെ അതുകൂടാതെ എറണാകുളം, പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിൽ UDF സമ്പൂർണ്ണമായി വിജയിച്ചില്ലെങ്കിലും നേരത്തെയുള്ള സീറ്റുകൾ വളരെ ഏറെ വർദ്ധിക്കും. പിന്നെ മിച്ചമുള്ള സീറ്റ് മണ്ഡലങ്ങൾ, കണ്ണൂർ UDFന് 2 സീറ്റ് കിടന്നത് 4 ആവും. കോഴിക്കോട് 2 സീറ്റ് കിടന്നത് 6 ആവും. വയനാട് 2 കിടന്നത് 3 ആവും. പാലക്കാട് 2 കിടന്നത് 4 ആവും. തൃശ്ശൂർ 1 കിടന്നത് 7 ആവും. എറണാകുളത്ത് 9 കിടന്നത് 12 ആവും. ഇടുക്കിയിൽ 1 കിടന്നത് 5 ആവും. കോട്ടയത്ത് 4 കിടന്നതും 5 ആവും. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ 1 സീറ്റ് പോലും UDFന് കിട്ടിയില്ല. അതിപ്പോൾ ആകെ 5 സീറ്റാണ് ഉള്ളത്. 4 UDFന് കിട്ടും. പിന്നെ ആലപ്പുഴ ജില്ലയിൽ UDFന് 1 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ 5 സീറ്റായിട്ട് വർദ്ധിക്കും. കൊല്ലത്ത് 2 സീറ്റ് ഉണ്ടായിരുന്നത് 6ആയിട്ട് വർദ്ധിക്കും. അവിടെ 11 സീറ്റിൽ 6 എണ്ണം UDFും 5 എണ്ണം LDFും വിജയിക്കും. തിരുവനന്തപുരത്ത് 1 സീറ്റാണ് ഉണ്ടായിരുന്നത് 14-ൽ. ഇത്തവണ അത് 7 അല്ലെങ്കിൽ 8 സീറ്റാവും. അപ്പോൾ UDFന് സീറ്റ് കൂടാത്തത് കാസർഗോഡ് മാത്രമാണ്. മറ്റ് ജില്ലകളെല്ലാം അവർക്ക് സീറ്റ് വർദ്ധിക്കും. LDF പിടിച്ചു നിൽക്കുന്നത് കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ മാത്രമാണ്.
പിന്നെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ പകുതി കൂടുതൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. പകുതിയോടടുത്തുള്ള സീറ്റുകൾ കിട്ടുന്നുണ്ട് ഇവിടെ എല്ലാം. പിന്നെ LDF പരാജയപ്പെടാനുള്ള മറ്റു പല കാരണങ്ങളുമുണ്ട്. അതിൽ പ്രധാനം ഭരണവിരുദ്ധ വികാരമാണ്. അതിൽ പിൻവാതിൽ നിയമനം, പിന്നെ വന്യമൃഗ ആക്രമണം കൊണ്ട് മനുഷ്യരും വളർത്തുമൃഗങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ ശബരിമലയിലെ അയ്യപ്പ സംഗമം നടന്നു സെപ്റ്റംബറിൽ. അതിൽ അഴിമതി നടന്നതായിട്ടാണ് ജനങ്ങൾ വിശ്വസിക്കുന്നതല്ല, അഴിമതി നടന്നിട്ടുണ്ട്, കോടതിയിൽ വ്യക്തമായതാണല്ലോ. പിന്നെ ശബരിമലയിലെ സ്വർണമോഷണം, അത് ഭക്തന്മാർക്ക് വലിയ എതിർപ്പാണ്. പിന്നെ അടുത്ത കാരണം PSC റാങ്ക് ലിസ്റ്റിൽ ആളുകളെ നിയമിക്കുന്നില്ല. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് ചുറ്റും ശയന പ്രദക്ഷിണം നടത്തിയിട്ടുണ്ട്. എന്നിട്ടും വളരെ കുറച്ച് പേരെ നിയമിച്ചിട്ടുള്ളൂ. പിന്നെ അടുത്ത കാരണം ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം, സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം, നവകേരള സദസ്സിലെ അഴിമതി. നവകേരള സദസ്സ് നടത്താൻ വേണ്ടി തന്നെ 2 കോടി രൂപയുടെ ഒരു ബസ്സാണ് വാങ്ങിച്ചത്. അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. ഇവർക്കെല്ലാം ഓരോ മന്ത്രിക്കും കാറുണ്ടല്ലോ, അതിൽ പോയാൽ പോരെ, ഈ പൈസ ഒക്കെ ലാഭിക്കാവുന്നതാണ്. പിന്നെ നവകേരള സദസ്സ് നടത്തിയത് കൊണ്ട് ജനങ്ങൾക്കാർക്കും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനോ പരാതി ഉന്നയിക്കാനോ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം വെളുപ്പിന് 3 മണി വരെ ഒക്കെ ജനങ്ങളുടെ പരാതി നേരിട്ട് കേട്ടിട്ടുണ്ട്. അതിപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ നവകേരള സദസ്സ് നടത്തിയപ്പോൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചെന്നും പറഞ്ഞ് യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസുകാരും DYFIക്കാരും ചെടിച്ചെട്ടി കൊണ്ട് ആക്രമിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിക്കുകയുണ്ടായി. പിന്നെ ഈ നവകേരള സദസ്സ് പാലായിൽ നടന്നപ്പോൾ അവിടുത്തെ അന്നത്തെ MP തോമസ് ചാഴികാടനാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽപ്പെട്ടയാളാണ്, LDFിൽപ്പെട്ടയാളാണ്. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ റബ്ബറിന് വില കൂട്ടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി ഈ തോമസ് ചാഴികാടനെ അവിടെ ഇരുത്തി ഇതൊന്നും പറയാനുള്ള വേദിയല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കോട്ടയത്ത് ചെന്നിട്ട് റബ്ബറിൻ്റെ വില കൂട്ടണമെന്നല്ലാതെ പിന്നെ എന്താണ് പറയാനുള്ളത്? അപ്പം അന്നേരം ഈ ജോസ് കെ മാണിയൊക്കെ സദസ്സിലുണ്ട്. അപ്പോൾ തന്നെ ഇവർ LDF ഇടേണ്ടതാണ്. അവരങ്ങനെ ചെയ്തിട്ടില്ല, ഇപ്പോഴും വിട്ടിട്ടില്ല. പിന്നെ അതുകൂടാതെ ഈ നവകേരള സദസ്സ് നടത്താൻ വേണ്ടി ഈ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചിട്ട് ഒരു ദിവസം 2 ദിവസം ഒഴിപ്പിച്ചിട്ട് അവർക്ക് കച്ചവടം നടത്താൻ സാധിക്കാതെ പോയിട്ടുണ്ട്. ഇവരെല്ലാം LDFന് എതിരാകും. പിന്നെയുള്ള ഒരു കാരണം ഈ LDF നേതാക്കളുടെ ധാർഷ്ട്യം. LDF നേതാക്കൾ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ താഴോട്ടുള്ള ആളുകളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കോന്നിയിൽ ചെന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ അവിടെയുള്ള ഒരു CPMൻ്റെ അനുയായ ആള് CMA ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ അത് നിന്റെ വീട്ടിൽ പോയി ചോദിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കോന്നിയിൽ മാത്രമല്ല അവരെ ബാധിക്കുന്നത്, കേരളം മുഴുവനും ചെറിയ തോതിലെങ്കിലും ബാധിക്കും. ഇത് ഒരു കാരണമാണ്. ഇതുകൊണ്ട് മാത്രം ഇലക്ഷൻ തോക്കുമെന്നല്ല ഞാൻ പറയുന്നത്, പല കാരണങ്ങളിൽ ഒന്നാണ്. പിന്നീട് BJPക്ക് ജനപിന്തുണ വർദ്ധിക്കണമെങ്കിൽ അവർ
ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യണം. ഉദാഹരണത്തിന് ഈ ഇടെ ഒരു മാസം മുമ്പ് നേഴ്സുമാർ സമരം ചെയ്യുന്നുണ്ട് അവരുടെ ശമ്പള വർധനയ്ക്ക് വേണ്ടി. നേഴ്സുമാരുടെ സമരത്തിന് BJP പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അവരുടെ എല്ലാ വോട്ട് BJPക്ക് കിട്ടിയേനെ. ഇവിടെ കേരളത്തിൽ 10 നേഴ്സുമാരെങ്കിലും ഉണ്ട്. അവരുടെ കുടുംബവും കൂടെ ആകുമ്പോൾ 40 ലക്ഷം വോട്ടർമാരുണ്ട്. ആ 40 ലക്ഷം വോട്ടർമാരിൽ ഭൂരിഭാഗവും BJPക്ക് വോട്ട് കിട്ടിയേനെ. ഇവിടെ കഴിഞ്ഞ തവണ ആകെ BJPക്ക് കിട്ടിയത് 34 ലക്ഷമാണ്. അതിൽ കൂടുതലുണ്ട് ഈ 40 ലക്ഷം എന്ന് പറയുന്നത്. ഈ നേഴ്സുമാർ കൂടാതെ ഈ ശാസ്ത്രീയ കോളേജുകളും സ്കൂളുകളും അവിടുത്തെ അധ്യാപകർക്കൊക്കെ ഇപ്പോൾ 10,000 രൂപയൊക്കെ ശമ്പളം കൊടുക്കുന്നുള്ളൂ. അവർക്ക് വേണ്ടി സമരം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വോട്ടും BJPക്ക് കിട്ടും. ഇത് BJPക്ക് മാത്രമല്ല, കോൺഗ്രസ്സുകാർക്കും ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇവർക്ക് വേണ്ടി സമരം നടത്താൻ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല. ഇത് കൂടാതെ സെയിൽസ് ഗേൾസിന് ഇരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. ഇതിലൊക്കെ വലിയ നമ്പറാണ്. ഈ 40 ലക്ഷമൊന്നും അല്ല, കേരളം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ. ഇവർക്ക് വേണ്ടി സമരം ചെയ്താൽ ഇവരുടെ എല്ലാ വോട്ട് കിട്ടും. പിന്നെ കടകളിലെ ജോലിക്കാർ, പെട്രോൾ പമ്പിലെ ജോലിക്കാർ, ഇങ്ങനെ പലരുണ്ട്. ഇതൊക്കെ എടുത്ത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ BJPയുടെ പിന്തുണ കൂടും. സൂത്രപ്പണി കൊണ്ടൊന്നും BJPക്ക് ശക്തി ഉണ്ടാവത്തില്ല. അത് ഈ അസംഘടിതരായ ജോലിക്കാരെ സംഘടിപ്പിക്കാൻ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല. അങ്ങനെ അതൊരു സുവർണാവസരമാണ്. അത് മുതലെടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വളരാൻ പറ്റും. ഇത് കോൺഗ്രസിനും ബാധകമാണ്. ഇപ്പോൾ കോൺഗ്രസ് വിജയിക്കുന്ന അവരുടെ കഴിവ് കൊണ്ടൊന്നുമല്ല. ഈ 10 കൊല്ലത്തെ ദുർഭരണം കാരണം ജനങ്ങൾ മടുത്ത് UDFനെ ജയിപ്പിക്കുന്നതാണ്, അല്ലാതെ കോൺഗ്രസിൻ്റെ കഴിവൊന്നും അല്ല. പിന്നെ വേറെയുള്ള പ്രതിപക്ഷത്തുള്ളത് BJP ആണ്. അവർ വിജയിക്കത്തില്ല എന്ന് സാമാന്യ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് BJPയുടെ അണികൾ പോലും ധാരാളം പേര് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് UDF വിജയിക്കുന്നത്. പിന്നെ കഴിഞ്ഞ 1996, 2001 നായനാർ മന്ത്രിസഭയുടെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ആയിരുന്നു. P. ശശിയുടെ പേരിൽ പല അഴിമതി ആരോപണങ്ങളും ഉണ്ടായിരുന്നു. അത് അന്ന് പുറത്തു വന്നിട്ടില്ല. പക്ഷെ പുറത്തു വന്നിട്ടില്ലെങ്കിലും 2001 തിരഞ്ഞെടുപ്പിൽ LDFൻ്റെ സീറ്റ് പകുതിയായിട്ട് കുറഞ്ഞു. LDFന് 80 സീറ്റ് ഉണ്ടായിരുന്നു, 40 സീറ്റായിട്ട് കുറഞ്ഞു. അന്ന് അത്രയും വലിയൊരു പരാജയം ഒരു എക്സിറ്റ് പോളിലോ പറഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാവരും ഒരു 60 സീറ്റൊക്കെ LDF കിട്ടുമെന്ന് പറഞ്ഞാൽ 40 സീറ്റേ കിട്ടിയുള്ളൂ. അപ്പോൾ LDF വിരുദ്ധ തരംഗം ഒരു മീഡിയയ്ക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ പിണറായിയുടെ 2ാം മന്ത്രിസഭയുടെ കാലത്തും ഈ P. ശശി തന്നെയാണ് രാഷ്ട്രീയ പൊളിറ്റിക്കൽ അഡ്വൈസർ. പരാജയത്തിന് ഒരു കാരണം അതാണ്. പിന്നെ ഈ കൈരൾ TV 2001 തുടങ്ങി. അപ്പോൾ കൈരൾ TV തുടങ്ങാനായിട്ട് വലിയ ബിസിനസ് ഗ്രൂപ്പുകളുടെ സഹായം ഇവർക്ക് വേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ദൂരവ്യാപകമായ ഫലം അന്നല്ലത് ഏറ്റത്. അതിൻ്റെ ഫലം ഇപ്പോഴാണ് കണ്ടു തുടങ്ങുന്നത്. ഇതും ഒരു പരാജയത്തിൻ്റെ കാരണമാണ്. പിന്നെ ഈ LDFന് പാർലമെൻറ്റ് ഇലക്ഷൻ അനുസരിച്ചാണെങ്കിൽ 24 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ 19 സീറ്റേ കിട്ടുകയുള്ളായിരുന്നു ഇത്തവണ. പക്ഷേ അത് 50 സീറ്റ് വരുന്നുണ്ട്. അതിൻ്റെ കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ പല മണ്ഡലങ്ങളിലും ശരിയായിട്ടില്ല. ഉദാഹരണത്തിന് ചിറയൻകീഴ് മണ്ഡലത്തിൽ
കഴിഞ്ഞ തവണ പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താതെ കോഴിക്കോട്ട് നിന്ന് രമ്യ ഹരിദാസിനെ കൊണ്ടുവന്നു. അവർക്കിവിടെ യാതൊരു സ്വാധീനമുള്ള ആളല്ല. രമ്യ ഹരിദാസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കോൺഗ്രസ് പരാജയപ്പെടും. അവിടെ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് അനുസരിച്ച് കോൺഗ്രസിനാണ് ലീഡുള്ളത്. അപ്പോൾ കിട്ടാവുന്ന ഒരു സീറ്റ് അവർ കളഞ്ഞു കുളിച്ചു. അവിടുത്തെ കഴിഞ്ഞ തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി BJP ചേരുകയും ചെയ്തു. അങ്ങനെ അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇത്തവണ മത്സരിപ്പിക്കാതെ CPM-ൽ നിന്ന് കാല് മാറി വന്ന ഐഷ പൊറ്റിയെ സ്ഥാനാർത്ഥിയാക്കി. കഴിഞ്ഞ തവണ 10,000 വോട്ടിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. അപ്പോൾ ആ സ്ഥാനാർത്ഥി തന്നെ നിർത്തിയിരുന്നതിൽ വിജയസാധ്യത കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഈ വർഷങ്ങളായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരം കൊടുക്കാതെ ഒരു മാസം മുമ്പ് വന്ന ഐഷ പൊറ്റിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തത് ശരിയായില്ല. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഉണ്ട് ഇതുപോലത്തെ തകരാറുകൾ. വേറെ ഉദാഹരണം, ഞാൻ മലമ്പുഴയിൽ അച്യുതാനന്ദൻ്റെ PA ആയിട്ടിരുന്ന ഒരു സുരേഷിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. സുരേഷ് ഒരു രാഷ്ട്രീയമായ അടിത്തറയൊന്നുള്ള ആളല്ല. സുരേഷ് അച്യുതാനന്ദൻ്റെ PA ആയിരുന്നു. PAയ്ക്കൊന്നും ഒരു രാഷ്ട്രീയമായ പ്രാധാന്യമുള്ള ആളല്ല. അച്യുതാനന്ദന് ഒരു സഹായി എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് മരുന്നെടുത്ത് കൊടുക്കുകയും നടത്തിക്കുകയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പണി. അവരൊന്നും ഞാൻ ആളിനെ പരിഹസിക്കുമല്ല, പൊളിറ്റിക്കലായിട്ട് ഒരു ഇതില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഇവിടെ ഒറ്റപ്പാലത്ത് നേരത്തെ പീഡനക്കേസിൽ പ്രതിയായിരുന്ന PK ശശിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു. അത് ശരിയായ നടപടിയല്ല. കോൺഗ്രസിലെ ആരെങ്കിലും നിർത്തിയിരുന്നെങ്കിൽ പരാജയപ്പെട്ടെങ്കിലും കോൺഗ്രസ്സുകാരെ തൃപ്തിപ്പെടുത്താനെങ്കിലും കഴിയുമായിരുന്നു. ഇങ്ങനെ പല സീറ്റുകളിലും ഇതുപോലത്തെ വിഷയം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ LDFന് വലിയ പരാജയം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാരണം അവർ ക്ഷേമ പെൻഷൻ 1,600 നിന്ന് 2,000 ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ 35 വയസ്സിൽ താഴെയുള്ള 35-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള വനിതകൾക്കെല്ലാം, സാമ്പത്തിക സൗകര്യം ഇല്ലാത്ത വനിതകൾക്കെല്ലാം പ്രതിമാസം 1,000 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതുമൂലം ഈ LDFന് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടും. 33% കിട്ടിയ വോട്ട് പാർലമെൻറ്റിൽ ഇപ്പോൾ ഒരു 38% വരും. 45% കിട്ടിയ UDFന് ഒരു 43%, അവർക്ക് 2% കുറയും. ഇവർക്ക് 4% കൂടും. BJPക്ക് പാർലമെൻറ്റിൽ 19.7% ഉണ്ടായിരുന്നു. അവർക്കൊരു 16-17 ആകും. അവർ 2.5% കുറയും. ഇത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് 91 മുതൽ 92 ലക്ഷം വരെ, LDFന് 81 മുതൽ 82 ലക്ഷം വരെ, BJPക്ക് 34 മുതൽ 36 ലക്ഷം വരെ വോട്ട് കിട്ടും. ഇപ്പം മോളി പറഞ്ഞ സംഖ്യകൾ ലക്ഷത്തിലാണ്. UDFന് 91 മുതൽ 92 ലക്ഷം, LDFന് 81 മുതൽ 82 ലക്ഷം, BJPക്ക് 34 മുതൽ 36 ലക്ഷം വരെ വോട്ടാണ് കിട്ടുന്നത്. പിന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ആൾ ആരാണെന്ന് എനിക്ക് പ്രവചിക്കാൻ കഴിയുകയില്ല. കാരണം ജനങ്ങളുടെ മനസ്സ് മാത്രമേ മറ്റാളുകൾക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. നേതാക്കന്മാരുടെ മനസ്സ് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് തിരഞ്ഞെടുക്കുന്ന അവരുടെ ഹൈക്കമാൻഡാണ്. അവർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആരുടെയോ കൊണ്ട് പേര് പറയുന്നില്ല. പേര് പറഞ്ഞാൽ അത് ശരിയാവണമെന്നില്ല.